തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം നേടുമെന്നും 50% തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഭരണം നേടുമെന്നും RSP നേതാവ് NK പ്രേമചന്ദ്രൻ MP വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓർമ്മ അനുഭവം ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. 1975 ഫാറ്റിമ മാതാ നാഷണൽ കോളേജിൽ പ്രീ ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥിയായി ഞാൻ വന്നപ്പോൾ ആദ്യം ഇരുന്ന ക്ലാസ് മുറിയിൽ വെച്ചാണ് ഈ ഡിവിഷനിലേക്കുള്ള ആദ്യ വോട്ട് ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായത്. ആ ഓർമ്മ ഞാൻ മാധ്യമ സുഹൃത്തുക്കളുമായി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. സത്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയ ഉത്സവമാണ്. കോർപ്പറേഷനിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും പഞ്ചായത്തുകളിലേക്കും ത്രിതല പഞ്ചായത്ത് സമിതികളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് 10,000-കണക്കിന് സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്ന ജനകീയ ഉത്സവം, ലക്ഷക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന മഹത്തായ ഒരു സംരംഭം. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും ശക്തമായ നിലയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നടന്നിട്ടുള്ള ഇലക്ഷൻ ക്യാമ്പയിൻ. അപ്പോൾ ശരിക്കും ജനാധിപത്യത്തിൻ്റെ ഉത്സവമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, ജനകീയ ഉത്സവമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മുനിസിപ്പൽ, കോർപ്പറേഷൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് വളരെ സുഗമമായി നടക്കുന്നു എന്നറിയുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. ഇതര സംസ്ഥാനങ്ങളിലൊക്കെ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച്, കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചാണ്. കേരളത്തിൽ ഇത് മൂന്നും കൂടി ഒരുമിച്ച് ജനാധിപത്യത്തിൻ്റെ, പ്രത്യേകിച്ചും ബേസിക് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് സത്യത്തിൽ പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ. അവിടെയാണ് അധികാരവൽക്കരണം ഏറ്റവും ഫലപ്രദമായി നടക്കേണ്ടത്, ശാക്തീകരണം നടക്കേണ്ടത്. അതിനുതകുന്ന ധാരണപ്രകാരമാണ് പാലാ നഗരസഭയിലെ 3 വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികളെ നിർത്താത്തത് എന്ന് മാണി സി കാപ്പൻ MLA. ഇടതുപക്ഷ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. 3 പേർ സ്വതന്ത്ര മുന്നണിയായി മത്സരിക്കുന്നതിനാൽ അവരെ പിന്തുണയ്ക്കുകയാണ്. അതിന് പിന്നിൽ വ്യക്തമായ ധാരണയുണ്ടെന്നും MLA പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാലാ മുനിസിപ്പാലിറ്റി വൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരും. ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട്. അതുപോലെ തന്നെ പാലാ നിയോജകമണ്ഡലത്തിൽപ്പെട്ട 12 പഞ്ചായത്തുകളിൽ 9 പഞ്ചായത്തും UDF നേടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള വോട്ടാണ്. അല്ലാതെ പാലാ മുനിസിപ്പാലിറ്റിയിലുള്ള വോട്ടുകളോ മുനിസിപ്പൽ ഭരണത്തിൻ്റെ ദൂഷ്യങ്ങളും അവിടെ ഉണ്ട് എന്നൊരു സത്യമാണ്. അവർ സ്വതന്ത്ര മുന്നണിയായിട്ട് മത്സരിക്കുന്നു, അവരെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ഞങ്ങൾ കഴിക്കുന്ന ലിസ്റ്റിൽ അവരുടെ പേരുണ്ട്. അതായത് ജനാധിപത്യ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ പാടില്ല, ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളും ഭിന്നിച്ചു പോകാൻ പാടില്ല, ഭരണവിരുദ്ധ വോട്ടുകളും ഭിന്നിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് ആ സീറ്റിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. ധാരണയുണ്ട്, വ്യക്തമായ ധാരണയുണ്ട്. കേരളത്തിൽ മാറ്റമുണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതായും UDFന് തികഞ്ഞ വിജയപ്രതീക്ഷയെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സംസ്ഥാന സർക്കാരിനോടുള്ള പ്രതിഷേധം ജനങ്ങളിലുണ്ടെന്നും UDFന് അനുകൂലമായ മാറ്റം പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു. കേരളത്തിൽ ആകമാനം ഒരു നല്ല മാറ്റമാണ് ദൃശ്യമായിട്ടുള്ളത്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള നല്ല മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതാണ് ജനങ്ങളുടെ പ്രതിഫലനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലുള്ള സർക്കാരിനോട് അപ്രീതി ജനങ്ങൾക്കുണ്ടെന്നുള്ളത് വ്യക്തമായിട്ടും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ അവർക്ക് അപ്രീതി ഉണ്ട്. നിലവിലുള്ള ഭരണത്തോട് മടുപ്പുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചിന്താഗതി ജനങ്ങൾക്കുണ്ട്. കൃത്യമായിട്ടും പരിപാടിയുമായിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി വന്നിരിക്കുന്നത്. ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് UDFന് അനുകൂലമായ ഒരു വോട്ടുണ്ടാകും. UDFന് നല്ല മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ചരിത്ര വിജയം നേടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയും വിലക്കയറ്റവും ചർച്ചയാകും. ശബരിമലയിൽ നിന്ന് കട്ട സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റു. ഇതുമായി ബന്ധപ്പെട്ട വിവരം നാളെ SITയോട് പറയുമെന്നും വോട്ട് ചെയ്യാൻ ഹരിപ്പാട് മണ്ണാറശാലയിൽ എത്തിയ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF ഒരു ചരിത്ര വിജയം നേടാൻ പോവുകയാണ്. 2010 ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിജയമുണ്ടായത്. 70% പഞ്ചായത്തുകൾ അന്ന് വിജയിക്കുകയുണ്ടായി. ഇപ്പോൾ അതിനേക്കാൾ വലിയ വിജയം ഉണ്ടാകാൻ പോവുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനോടും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരോടും കടുത്ത പ്രതിഷേധത്തിലാണ്. ഇനിയും ശബരിമല കൊള്ള നടത്തിയ ആളുകളെ ഇനിയും കയ്യാമം വെച്ച് ജയിലിൽ അടക്കേണ്ടിയിരിക്കുന്നു.
അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്നു. അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല. കേരളത്തിൽ അഹങ്കാര വിരുദ്ധ വികാരമെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഇടതുപക്ഷത്തിന്റെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനുമെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യും. 10 വർഷമായി ചുമക്കുന്ന ഭാരം ഇറക്കി വെക്കാൻ കേരള ജനത ആഗ്രഹിക്കുന്നുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. കോട്ടയം ഗവൺമെന്റ് മോഡൽ സ്കൂളിലെ 2ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണവിരുദ്ധ വികാരം മാത്രമല്ലല്ലോ, അഹങ്കാര വിരുദ്ധ വികാരം കൂടി കേരളത്തിലേക്കാണ്. ഭരണത്തിൻ്റെ ധിക്കാരം, അഹങ്കാരം, എന്ത് നടത്തിക്കളയും എന്നുള്ള ധാർഷ്ട്യം, അതിലുള്ള അഭിമാനബോധമുള്ള ഒരൊറ്റ മലയാളി അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഭരണാധികാരികളുടെ ഈഗോയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞങ്ങൾ ആ കാര്യത്തിൽ ലളിതമായി, വിനയപൂർവ്വമായി, ജനഹിതം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയായി നീങ്ങും. നല്ല ഭൂരിപക്ഷം കിട്ടുകയും ചെയ്യും.